നമ്മളെയൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യരിലാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ കാണും. കുറവുകൾ നികത്താനും കൂടെ നിൽക്കാനും കുറച്ചു മനുഷ്യരേ ഉണ്ടാകൂ. എങ്ങനെയുണ്ട് എന്ന ചോദ്യങ്ങൾക്ക് നന്നായിരിക്കുന്നു എന്ന് കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ പോലും ആ അവസ്ഥയിൽ നമ്മളെക്കാളേറെ വേദനിക്കുന്നത് അവർക്കായിരിക്കും. ശരീരം രണ്ടായിരിക്കുന്നു എന്നേയുള്ളൂ, മനസ്സ് ഒന്നായിരിക്കും. വേദനകളിൽ കൂട്ടിരിക്കുന്ന ഒരാൾ വേർപെടുത്താനാകാത്ത വിധം നമ്മളിൽ വേരുറപ്പിച്ചിട്ടുണ്ടാകും. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ജീവിതമാകുന്ന പരീക്ഷയിൽ നമ്മൾ അധിക പേരും തോറ്റുപോകുന്നത്? ഗുരു മറുപടി പറഞ്ഞു, യഥാർത്ഥത്തിൽ ജീവിതമെന്ന പരീക്ഷ വളരെ ലളിതമാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ദൈവം വേറെ ചോദ്യപേപ്പറാണ് നൽകുന്നത്. ഇതറിയാതെ അടുത്തവൻ്റെ ചോദ്യപേപ്പർ പകർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് തോറ്റുപോകുന്നതെന്ന്. ചിലപ്പോൾ ചിലർക്കൊന്നും നമ്മളെ മനസ്സിലാകില്ല. ദേഷ്യപ്പെടുന്ന നമ്മളെ മാത്രമേ അവർക്ക് അറിയുകയുള്ളൂ. അത്രമാത്രം പ്രശ്നങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമ്മളെ അവർ അറിയുന്നുണ്ടാവില്ല. പിണങ്ങുന്ന നമ്മളെ മാത്രമേ അവർ കാണുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ സങ്കടത്തിൻ്റെ ആഴം ഒന്നും അവർ മനസ്സിലാക്കുന്നില്ല. ചിരി അഭിനയമാക്കിയ നമ്മളെ മാത്രമേ അവർ കാണുന്നുള്ളൂ. ചിലപ്പോഴെല്ലാം കരഞ്ഞു തളർന്നു പോകുന്ന നമ്മളെ അവർ കാണുന്നില്ല. അത് ചിലപ്പോൾ ഒന്നും പ്രിയപ്പെട്ട ചിലർക്ക് പോലും നമ്മളെ മനസ്സിലാകില്ല എന്നതാണ്. ജീവിത വിജയത്തിന് ചില പാഠങ്ങൾ. നിങ്ങളുടെ സൗന്ദര്യം, നിറം, ഉയരം ഇവയൊക്കെ വിജയത്തിന് 1% മാത്രമേ ഉള്ളൂ. ബാക്കി 99% നിങ്ങളുടെ അധ്വാനമാണ്. എല്ലാം സുഖപ്പെടുത്തുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് സമയമാണ്. സമയം പാഴാക്കിയാൽ നിങ്ങൾ വളരെ അധികം കഷ്ടപ്പെടും. മറ്റുള്ളവരെ നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാതിരിക്കുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകും. മറ്റുള്ളവരുടെ ഉപദേശം ചെവിക്കൊണ്ടാൽ നിങ്ങളുടെ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കും. നിങ്ങൾ ഒരിക്കലും പണത്തിനായി പ്രവർത്തിക്കരുത്. അങ്ങനെ ഒരാളാവരുത് നിങ്ങൾ. നിങ്ങളുടെ അധിനിവേശത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. അതൊന്നും. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ വളരെ സ്ട്രിക്റ്റായ പാരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കള്ളം പറയാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങളുടെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും എതിർക്കുന്ന പാരൻ്റ് ആണെങ്കിൽ ആ കുട്ടി ധൈര്യമില്ലാത്തവനാകും. നിങ്ങളുടെ കുട്ടിക്ക് പ്രോത്സാഹനം ലഭിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ ആത്മവിശ്വാസം ഇല്ലാതെയാകും. നിങ്ങളുടെ കുട്ടി ദുർബലനാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ കുട്ടിയോട് മനസ്സു തുറന്ന് ഒന്നും തന്നെ സംസാരിക്കാറില്ല എന്നാണ്. നിങ്ങൾ കുട്ടിയെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി മറ്റുള്ളവരെയും ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എവിടെയാണോ നമ്മൾ തോറ്റത് അവിടെ നിന്നും ജയിക്കാൻ ശ്രമിക്കണം. എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്നും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴാണോ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീർന്നത് അവിടെ നിന്നും മൗനമായി പിന്മാറണം. ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുൻപിൽ തലയുയർത്തി പിടിച്ചു ജീവിക്കാൻ പഠിക്കണം. എല്ലാവരോടും സ്നേഹം മാത്രം. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആൾവേസ് ബി കോൺഫിഡൻറ്റ്. ഓരോ സ്ത്രീയുടെയും വിജയം മറ്റൊരാൾക്ക് പ്രചോദനം ആകണം. പരസ്പരം പ്രോത്സാഹിക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നത്. നിങ്ങൾ കൂടുതൽ പഠിക്കുന്തോറും കൂടുതൽ സമ്പാദിക്കുന്നു. ജീവിതത്തിൽ ചില പരാജയങ്ങൾ അനിവാര്യമാണ്. എന്തെങ്കിലും പരാജയപ്പെടാതെ ജീവിക്കുക അസാധ്യമാണ്. നിങ്ങൾ വളരെ ജാഗ്രതയോടെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വതവേ പരാജയപ്പെടും. നമ്മൾ മറ്റൊരാൾക്കോ മറ്റേതെങ്കിലും സമയത്തിനോ വേണ്ടി കാത്തിരുന്നാൽ മാറ്റം വരില്ല. നമ്മൾ കാത്തിരുന്നത് നമ്മളെയാണ്.
നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എങ്കിൽ അവ വളരെ ചെറുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോത്സാഹനത്തോടെ ജീവിച്ചു മുന്നേറുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് തിരിച്ചും നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്നറിയാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രം മതി. യഥാർത്ഥ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുക. ചീത്തയായ കൂട്ടുകാരെ കൂടുതലായി സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കാഴ്ചയ്ക്ക് വേണ്ടി വില കൂടിയ സാധനങ്ങൾ കൂടുതൽ വാങ്ങരുത്. നിങ്ങളുടെ സന്തോഷത്തിന് കാരണമാകുന്ന കുറച്ചു നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഹൃദയം കൊണ്ട് ധനവാനാവുക, പണം കൊണ്ടാകരുത്. നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കുക. ധാരാളം നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൂടുതൽ നിമിഷങ്ങൾ ജീവിക്കാൻ വേണ്ടി വിനിയോഗിക്കുക. സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത്. ചതിച്ചവരോട് പ്രതികാരവും അരുത്. ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക. ചതിക്കാനും സഹായിക്കാനും ആർക്കും നിങ്ങൾ രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്കാക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്, അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു, എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. നാളേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും കഴിഞ്ഞ കാലത്തേക്ക് നിങ്ങൾ പോകരുത്. അവിടെ നിങ്ങൾക്കായി ഒന്നുമില്ല. അവിടെ നിങ്ങളുടെ അമിതമായ ചിന്ത നിങ്ങളുടെ സന്തോഷത്തെ കൊല്ലുന്നു എന്ന് മനസ്സിലാക്കുക. സത്യം പറയുന്നവരെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥതയോടെ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനെയാണ് യഥാർത്ഥ സുഹൃത്ത്. അങ്ങനെയുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രം. മധുരമൂറുന്ന വാക്കുകൾ പറയുകയും കൃത്രിമ സ്നേഹം കാണിക്കുകയും മുഖസ്തുതിയും പ്രലോഭനങ്ങളുമാണ് എല്ലാവർക്കും വേണ്ടത്. ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് ചതിയും വഞ്ചനയും വേദനയും ഒക്കെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല. അതിനാൽ ജീവിക്കുക. ആത്മാർത്ഥമായി പുഞ്ചിരിക്കുക. സങ്കടങ്ങൾ ഒഴിവാക്കുക. അവസരങ്ങൾ വിനിയോഗിക്കുക. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു മനസ്സ് സൃഷ്ടിക്കുക. ദുഃഖത്തിനുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരിക്കൽ നമ്മൾ ചിന്തിക്കും, ജീവിതത്തിൽ ഇതൊക്കെ ആയിരുന്നു നമ്മൾക്ക് വേണ്ടത് എന്ന്. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നതോ മറ്റൊരാളെ വെല്ലുവിളിക്കുന്നതോ ഒന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല, തോൽവിയായി മറ്റു പ്രതിസന്ധി ഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവർ അല്ല. ഒരു പക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളിലും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ചു മുന്നേറുന്നവരല്ലേ ധൈര്യശാലികൾ. മനഃശാസ്ത്ര അറിവുകൾ. ഒരു വ്യക്തി സത്യമാണ് പറയുന്നതെങ്കിൽ അവർ കൈകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ആ വ്യക്തി കള്ളമാണ് പറയുന്നതെങ്കിൽ അവരുടെ കൈകൾ നിശ്ചലമായിരിക്കും. ആത്മാർത്ഥതയായാണ് ഒരാൾ ചിരിക്കുന്നത് എങ്കിൽ അവരുടെ കണ്ണുകളുടെ അരികിൽ ചുളിവുകൾ ഉണ്ടായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുപോലെ ആരെങ്കിലും നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുകയും മറ്റേ വ്യക്തി ഇരിക്കുകയും വേണം. ഇതും മറ്റേ വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂട്ടാൻ സഹായിക്കുന്നതാണ്. സ്ത്രീകൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും. കുറേയധികം അവർ ഉറങ്ങും. അമിതമായി അവർ ആഹാരം കഴിക്കും. അതുകൊണ്ട് വെയിറ്റ് കൂടുകയും ചെയ്യും. എന്നാൽ അവർ അവരുടെ രൂപത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടില്ല. ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മറക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.